മലയാള സിനിമയിൽ എന്നല്ല സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ മികച്ച കഴിവുള്ള നായിക നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. സഹനടി വേഷങ്ങൾ ചെയ്താണ് മുൻനിര നായിക റോളുകളിലേക്ക് പാർവതി എത്തിയത്. നായകന് മരം ചുറ്റി പ്രേമിക്കാനും വിവാഹം കഴിക്കാനും മാത്രമുള്ള നായിക വേഷങ്ങൾ പാർവതി ചെയ്യാറില്ല. അതുതന്നെയാണ് മറ്റുള്ള താരങ്ങളിൽ നിന്നും പാർവതിയെ വ്യത്യസ്തയാക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് പാർവതിയുടെ ഫിലിമോഗ്രാഫിയിൽ പരാജയ ചിത്രങ്ങൾ അധികം കടന്നുകൂടാത്തത്. എന്നാൽ നിലപാടുകൾ തുറന്നു പറഞ്ഞ് കക്ഷി വലിയ വിവാദങ്ങളിലും ചെന്നുപെട്ടിട്ടുണ്ട്. സിനിമയിൽ നിന്ന് മികച്ച അവസരങ്ങൾ കുറയുന്നതുവരെ അത് കാരണമായി. മുമ്പൊരിക്കൽ റെഡ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ സൂപ്പർ സ്റ്റാർഡം ആർക്കുമൊന്നും കൊടുത്തിട്ടില്ല, സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണത്. അതുകൊണ്ട് ഇവിടെ ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്? സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻഫ്ലുവൻസ് ആണോ, ഇമേജ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്തായി ആൾക്കാരിടുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ ഞാൻ ഹാപ്പിയാണ്. ഫഹദ് ഫാസിൽ, ആസിഫ് അലി, റിമ കലിംഗൽ എന്നിവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നാണ് പാർവതി തിരുവോത്ത് അന്ന് റെഡ് എഫ്എമ്മിനോട് പറഞ്ഞത്. പിന്നാലെ നടിക്ക് വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടേണ്ടതായും വന്നു. മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ ഈഗോ സമ്മതിക്കുന്നില്ല. ഇത് അറ്റൻഷൻ സീക്കിംഗ് പരിപാടിക്ക് വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ. മമ്മൂട്ടി ചിത്രം കസബയെ വിമർശിച്ചതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണം നടിക്ക് നേരിട്ടിരുന്നു. കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തുണ്ടായ ഈ വിവാദം നടിയുടെ സിനിമാ ജീവിതത്തെ തന്നെ ബാധിച്ചു. അതിനെപ്പറ്റി ഷോ എന്ന യൂട്യൂബ് ചാനലിനോട് പാർവതി തുറന്നു പറഞ്ഞിരുന്നു. ആക്രമണങ്ങളും ഭീഷണികളും തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും മമ്മൂട്ടി സാറും തമ്മിൽ സംസാരിച്ചിരുന്നു. ഞങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. പക്ഷേ അപ്പോഴേക്കും അത് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വലിയൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാവരും ദാ പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നീട് ട്വിറ്ററിൽ കയറി നോക്കിയപ്പോഴാണ് എന്റെ ദൈവമേ, ആ ആക്രമണത്തിന്റെ വ്യാപ്തി അവിശ്വസനീയമായിരുന്നു. പിന്നെ മമ്മൂട്ടി സാറുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം വളരെ ശാന്തനായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ ശാന്തനായിരിക്കാം, എന്നാൽ പുറത്തുള്ളവർ അങ്ങനെയല്ല. ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കണ്ടേ എന്ന്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏറെ വൈകിയാണ് വന്നത്. അപ്പോഴേക്കും എനിക്കെതിരായ സൈബർ ആക്രമണം എല്ലാം പരിധിയും ലംഘിച്ചിരുന്നു. പുറത്തിറങ്ങാൻ പോലും ഞാൻ ഭയപ്പെട്ടു. ആ കാലം എൻ്റെ ആരോഗ്യത്തെയും ബാധിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം സംഭവിച്ചു. ഈ പ്രശ്നം നടക്കുന്നതിനിടയിലാണ് എനിക്കൊരു പുരസ്കാരം ലഭിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ അവാർഡ് നിശ്ചയമായിരുന്നു അത്. ഞാൻ അവാർഡ് വാങ്ങാനായി സ്റ്റേജിലേക്ക് നടന്നു കയറിയപ്പോൾ അവിടെ കൂടിയിരുന്നവർ മുഴുവൻ എന്നെ കൂകി വിളിക്കാൻ തുടങ്ങി. കയ്യടികൾക്ക് പകരം ആ കൂവലുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എല്ലാം സ്ലോ ഡൗൺ ആയതുപോലെ തോന്നി. പതുക്കെ നടക്കുക, കാല് തട്ടി വീഴരുത്, പ്രസംഗം കൃത്യമായി പൂർത്തിയാക്കുക എന്ന് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്നു. ഞാൻ പ്രസംഗം പൂർത്തിയാക്കി. അവിടെ തട്ടി വീണില്ല, സുരക്ഷിതമായി തിരിച്ചിറങ്ങി. സത്യത്തിൽ ആ 7 മിനിറ്റുകൾ എനിക്ക് 7 വർഷം പോലെയാണ് തോന്നിയത്. 10,000-കണക്കിന് ആളുകൾ ഒന്നിച്ച് നിങ്ങളെ കൂകുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ തളർന്നില്ലാതാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉരുക്കുപോലെ ഉറച്ചതാകും. ആ അനുഭവം എൻ്റെ DNA വരെ മാറ്റിമറിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പാർവതി ചാനലിനോട് അനുഭവം പറഞ്ഞത്. ഇപ്പോഴിതാ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം അഭിനയിച്ച അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് അവരെ വാനോളം പുകഴ്ത്തി എത്തിയിരിക്കുകയാണ് നടി പാർവതി തിരുവോത്ത്. നടനെന്ന നിലയിൽ മോഹൻലാൽ കാണിക്കുന്ന മനസാന്നിധ്യം താൻ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടതെന്നും ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുന്ന വ്യക്തിയാണ് മമ്മൂട്ടിയെന്നും പാർവതി പറയുന്നു. പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളെക്കുറിച്ച് പാർവതി മനസ്സ് തുറന്നത്. വളരെ കാലം മുൻപ് മോഹൻലാലിനൊപ്പം അഭിനയിക്കുമ്പോൾ എനിക്ക് 19 വയസ്സായിരുന്നു. ഇപ്പോൾ 38, ഏകദേശം 20 വർഷമായി. ഒരു കഥാപാത്രത്തിലേക്ക് കടക്കാനും അതിൽ നിന്ന് തിരികെ വരാനുമുള്ള അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹത്തെ കൂടാതെ ജഗദീഷ് ശ്രീകുമാറും അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം എനിക്ക് ഒരു സീനോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 3ാമത്തെ ചിത്രമായിരുന്നു അത്. അവരുടെ പ്രകടനം കണ്ടാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ എന്തായി തീരണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. 20 വർഷത്തിനു ശേഷം എനിക്കിപ്പോൾ അവരെ പോലെ പെട്ടെന്ന് തന്നെ കഥാപാത്രമായി മാറാനും തിരിച്ചു പറ്റുന്നുണ്ട്. സഹജമായ ബുദ്ധി ഉപയോഗിക്കാനും സഹതാരങ്ങളെ പരിഗണിക്കാനും കഴിയുന്നു. നല്ല മനുഷ്യരായതുകൊണ്ടുകൂടിയാണ് ഈ ലെജൻഡുകളെ നമ്മൾ ലെജൻഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ബോക്സ് ഓഫീസ് വിജയവുമായി അതിന് യാതൊരു ബന്ധവുമില്ല. യഥാർത്ഥ ജീവിതത്തിൽ മോശം വ്യക്തിയാണെങ്കിൽ അത്തരം വിജയങ്ങളിലൊന്നും കാര്യമില്ല. അവരുള്ള സെറ്റ് കൂടുതൽ മെച്ചപ്പെട്ട ഇടങ്ങളാക്കി തീർക്കുന്നതുകൊണ്ടാണ് അത്തരം നടന്മാരെ ആളുകൾ ഇതിഹാസങ്ങളെന്ന് വിളിക്കുന്നത്. സമാനമായ അനുഭവമായിരുന്നു മമ്മൂട്ടിക്കൊപ്പമെന്നും പാർവതി പിങ്ക് വില്ലയോട് പറഞ്ഞു. അവർ വരുമ്പോൾ സെറ്റിലൊരു ഗൗരവ സ്വഭാവം ഉണ്ടാവുമെന്നത് സ്വാഭാവികമാണ്. എല്ലാവരും നിശബ്ദരാവും. എന്നാൽ അവർ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ തങ്ങൾ ഇതിഹാസങ്ങളാണെന്ന് മറക്കാൻ അവർ അനുവദിക്കണം.
ഇല്ലെങ്കിൽ എങ്ങനെ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിയും? അവരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ എങ്ങനെയാണ് തല്ലുന്നത് പോലെയുള്ള രംഗങ്ങൾ ചെയ്യാൻ സാധിക്കുക? ഇതിഹാസങ്ങളും സൂപ്പർ സ്റ്റാറുകളുമെന്ന് നമ്മൾ വിളിക്കുന്നവർ അഭിനയത്തിനോ ജോലിക്കോ യാതൊരു തടസ്സവും വരാൻ അനുവദിക്കാത്തവരാണ് എന്നത് എനിക്കിഷ്ടമാണ്. ഞാനൊരു പുതുമുഖമായിരിക്കാം, എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ നമ്മൾ തുല്യരാണ്, പാർവതി കൂട്ടിച്ചേർത്തു. റത്തീനയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുഴു എന്ന ചിത്രത്തിൽ പാർവതി മമ്മൂട്ടിക്കൊപ്പം വേഷമിട്ടിരുന്നു.